തൃശൂരിൽ ബണ്ട് പൊട്ടി വ്യാപക കൃഷിനാശം. കാര്യാട്ടുകരയിൽ 180 ഏക്കർ നെൽകൃഷി നശിച്ചു. ഇതിന് പിന്നാലെ എൽത്തുരത്ത് പള്ളിക്കോളിലും ഇപ്പോൾ ബണ്ട് പൊട്ടിയിട്ടുണ്ട്. സൂരജ് സജ്ജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വലിയ കൃഷിനാശമാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഈ കോൾപ്പാടത്തിലടക്കം വലിയ രീതിയിൽ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ രാത്രി 2 മണിയോടുകൂടി, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി കാര്യാട്ടുകരയിൽ ബണ്ട് പൊട്ടുന്നത്. അതിനുശേഷം ഈ മേഖലയിലേക്ക്, ഞാൻ ഈ നിൽക്കുന്ന മേഖലയിലേക്ക്, ഈ ബണ്ട് പൊട്ടിയ മേഖലയിൽ നിന്നുള്ള ചണ്ടികളടക്കം വന്ന് അടിയുകയായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്ന ഭാഗമാണ്. അവിടെ മുട്ടറ്റം ഒക്കെ വളർന്നു വന്നിരുന്ന ഈ നെല്ല് അത്രത്തോളം മൂപ്പത്തിയ നെല്ലുണ്ടായിരുന്ന 40 ദിവസം വളർച്ചയുള്ള നെല്ലുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയെല്ലാമാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഈ ചണ്ടികൾ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അത് തങ്ങി നിന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ എൽത്തുരുത്ത് പള്ളി ബണ്ടിലേക്ക് ഇപ്പോൾ ഈ അടുത്ത ബണ്ട്, അതായത് ആ വെള്ളം ഒഴുകി വന്ന അടുത്ത ബണ്ട് കൂടി ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രണ്ടാമത്തെ ബണ്ട് പൊട്ടി അടുത്ത കോൾപ്പാടങ്ങളിലേക്ക് കൂടി, അതായത് ഇതൊരു 90 ഏക്കറാണ് ഈ പള്ളിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. 90 ഏക്കറാണ്. ഈ 90 ഏക്കറുള്ള കൃഷിയിടത്തിലേക്ക് ഈ ബണ്ട് പൊട്ടി വെള്ളം ഒഴുകുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന മേഖല പോലും ഇപ്പോൾ ഈ ഒരു അപകട മേഖലയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കർഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 1.5 അടി ഉയരത്തിലധികം, 1.5 ആൾ പൊക്കത്തിൽ മുകളിലാണ് ഈ ബണ്ടിന്റെ ഉയരം വരുന്നത്. അത്രയും ഉയരത്തിൽ ഒരു വെള്ളം തങ്ങി നിൽക്കുന്നു. അതായത് ഒരു ഡാം മോഡലിലാണ് ഇപ്പോൾ ഈ വെള്ളം തങ്ങി നിൽക്കുന്നത്. അത്രമാത്രം പ്രഷർ നിലവിൽ ഈ ബണ്ടിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബണ്ടിന്റെ ഒരു ഭാഗം പൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഏത് നിമിഷം വേണമെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലടക്കം മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോകുന്നതിനൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ 90 ഏക്കർ കൃഷിയിടത്തിലേക്കാണ് ഈ വെള്ളം ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ കൃഷി പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വലിയ രീതിയിൽ ഈ ചണ്ടി ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നീക്കാൻ ഈ കർഷകരെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. കാര്യം കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇത്രയും വലിയ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഈ പുൽക്കൂനകൾ, ഈ ചണ്ടി മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് തൃശ്ശൂരിലെ കോൾ കർഷകർ ഉള്ളത്. അതിന്റെ നേർസാക്ഷ്യമാണ് കാണുന്നത്. രണ്ടാമത്തെ പൊട്ടിയ ബണ്ട് കൂടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഉന്മേഷ്, ശരി, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.